ഹലോ ട്രേഡേഴ്സ്, മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്, പിന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ ഗ്യാപ്പ് ഫില്ലിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. അപ്പം നിങ്ങൾ കുറെ നാളുകളായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, മാർക്കറ്റിൽ പലപ്പോഴും ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാം, ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഇനി പുതിയ ആൾക്കാരാണെങ്കിൽ, പുതിയ ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റ് പല ദിവസങ്ങളിലും ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാം, ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പം അത് നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റ് 3:30 ആകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യും. അതിനുശേഷം പിന്നീട് 9:15 പിറ്റേ ദിവസം രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പം ഈ ഓവർനൈറ്റിൽ ഗ്ലോബലി അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വരുമ്പോഴത്തേനും തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ചെയ്യുമ്പോഴത്തേനും അത് നോർമലായിട്ടുള്ള ചില ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ട്, ചിലപ്പം അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ട്. ഇനി അതല്ലാതെ ചില ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും. അത് പലപ്പോഴും അപ്പം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഈ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതായത് ഇപ്പൊ ഞാനിപ്പം ഈ ഒരു ഇവിടെ ഞാനത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വിത്തിൻ ദ പ്രീവിയസ് ഡേ റേഞ്ച്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഔട്ട്സൈഡ് ദ പ്രീവിയസ് ഡേ റേഞ്ച്. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് ടൈപ്പിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് തൊട്ട് തലേ ദിവസത്തെ റേഞ്ചിനകത്ത് വേണമെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ തൊട്ട് തലേദിവസം റേഞ്ചിന്റെ ഡേ ഹൈ അല്ലെങ്കിൽ PDH മുകളിൽ, അതായത് പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിലായിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിൽ ഇതേ സിനാറിയോ ഉണ്ട്. അതായത് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നത് വിത്തിൻ ദ പ്രീവിയസ് ഡേ റേഞ്ച് ആയിരിക്കും. അതായത് തൊട്ട് തലേദിവസത്തെ റേഞ്ചിനകത്ത് തന്നെ, അതായത് പ്രീവിയസ് ഡേ ലോയ്ക്ക് മുകളിലായിട്ടും പ്രീവിയസ് ഡേയുടെ ക്ലോസിന് താഴെയായിട്ടും ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാം. അതുകൂടാതെ തന്നെ മറ്റൊരു തരത്തിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ, അതായത് പ്രീവിയസ് ഡേ റേഞ്ചിന് താഴെയായിട്ട്, അതായത് തൊട്ട് തലേദിവസത്തെ ഡേ ലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ എന്ന് പറയും, അതിന് താഴെയായിട്ടും ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ രണ്ട് തരത്തിലുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനെ പറ്റിയാണ്. നമ്മൾ ഇങ്ങനെ കൂടുതൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാൻ മേലത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടുകളിലോട്ട് പോയിട്ട് ഓരോ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ട് തരത്തിലല്ലേ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വരെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഡെയിലി ഉള്ള നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം ആ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും അതിന് ഒത്തിരി മീനിങ് ഉണ്ട്. അപ്പം ഒത്തിരി എക്സ്ട്രീമിലി ബുള്ളിഷ് ആയതുകൊണ്ടാവാം നല്ല ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രീമിലി ബിയറിഷ് ആയതുകൊണ്ടായിരിക്കാം അന്നത്തെ ദിവസം കൂടുതൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തത്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് തലേദിവസം നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങളായിരിക്കത്തില്ല തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പണിംഗിൽ ഈ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പോട് കൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ തൊട്ട് തലേദിവസം നമ്മൾ ഓരോ ലെവലുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ചാർട്ടിൽ. അപ്പം ആ ലെവലുകളൊന്നും ചിലപ്പം ഇതിവിടെ വർക്ക് ചെയ്യണമെന്നില്ല, ഈ ഗ്യാപ്പ് അപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻഫോംഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നമ്മളൊരു കൺവിക്ഷനോട് കൂടി നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഡെയിലി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈവ് ട്രേഡിംഗിൽ ഇരിക്കുമ്പോഴത്തേനും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ, ഞാനിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിനായിട്ട് ഞാനിപ്പം ആദ്യം പറഞ്ഞത്, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വിത്തിൻ ദ പ്രീവിയസ് റേഞ്ച്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോ നിഫ്റ്റിയുടെ ചാർട്ട് ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിപ്പം 2024 നവംബർ 19 ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഇതാണ് തലേദിവസത്തെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് വിത്തിൻ ദ പ്രീവിയസ് റേഞ്ചിനകത്ത് ഗ്യാപ്പ് അപ്പ് ആയിട്ട്, അതായത് PDC ആണ്, ഇതാണ് PDH,
തൊട്ട് തലദിവസം റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് വിത്തിൻ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഏത് ടൈപ്പ് എന്ന് വെച്ചാൽ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് വിത്തിൻ ദ പ്രീവിയസ് ഡേ റേഞ്ച്. ഇത് നമ്മുടെ വേറെ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, ഇതിനകത്ത് വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ഇപ്പം ഇത് പുതിയ ട്രേഡേഴ്സ് ആണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊരു എക്സാമ്പിൾ ആണ്. അതായത് ഇത് നവംബർ 2024 നവംബർ 25 മൺഡേ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ തൊട്ട് തലദിവസ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി പെടുന്നുണ്ട്. അതായത് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഔട്ട്സൈഡ് ദ പ്രീവിയസ് ഡേ റേഞ്ച്. അതായത് ഇതാണ് തൊട്ട് തലദിവസ റേഞ്ച്, ഇതാണ് PDH. അതിന് ആ റേഞ്ചിന് പുറത്തായിട്ട് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതൊരു ടൈപ്പ്. ഇതുപോലെ തന്നെ നമ്മൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലും ഇതേപോലെ തന്നെയാണ്, സെയിം സിനാറിയോ തന്നെ നമുക്ക് നോക്കാം. അതായത് ഇത് കണ്ടോ, ഇപ്പം ഈ സിനാറിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് തൊട്ട് തലദിവസ റേഞ്ച്. ഈ ലോയ്ക്ക് താഴെ, അതായത് പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെയായിട്ട് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. അതേപോലെ തന്നെ ഈ ദിവസം ഇതിനകത്ത് ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ്, അതായത് സ്ലൈറ്റ്ലി പ്രീവിയസ് ഡേ റേഞ്ചിനകത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് അടുത്ത ടൈപ്പ്. അപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ദിവസം ഏകദേശം ആ ഒരു എക്സാക്ട്ലി ആ പ്രീവിയസ് ലോയിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെ ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ഇതുണ്ട്, ഈ ഒരു ദിവസം ഈ തൊട്ട് തലദിവസ ലോ എന്ന് പറയുന്നത് ഇതാണ്, ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഈ ഇങ്ങനത്തെ രണ്ടു തരം ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങുകളെ പറ്റി നമുക്ക് മനസ്സിലായി. അതായത് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഔട്ട്സൈഡ് ദ പ്രീവിയസ് റേഞ്ചും ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വിത്തിൻ ദ പ്രീവിയസ് റേഞ്ച്. ഇനി നമുക്ക് അടുത്ത് മനസ്സിലാക്കാനുള്ളത് ഗ്യാപ്പ് ഫില്ലിംഗ്. അതായത് ഗ്യാപ്പ് ഫില്ലിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന ആൾക്കാരോട് പറയുകയാണ്. അതായത് മാർക്കറ്റ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു മാർക്കറ്റിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ ഗ്യാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് തൊട്ടടുത്ത ദിവസം ഈ ഹ്യൂജ് ഗ്യാപ്പുകൾ വരുമ്പോഴത്തേനും ആ തൊട്ട് തലേദിവസം ക്ലോസ് ചെയ്ത ആ ഒരു ലെവലില് അവിടെ എൻട്രി എടുക്കാനായിട്ട് മിസ്സായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരി പെൻഡിങ് ഓർഡേഴ്സ് ആ ലെവലിൽ കിടപ്പുണ്ടായിരിക്കും. അപ്പൊ തൊട്ടടുത്ത ദിവസം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും അവിടെ ആ ഒരു ലെവലില് എപ്പോഴും ഹ്യൂജ്, അതായത് ഇവിടെ ഒരു ഹ്യൂജ് ഇപ്പൊ നമ്മളിപ്പോ ഇത് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇപ്പം ഇവിടെ ഒരു അതായത് 2024 ഡിസംബർ 23 ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു പ്രീവിയസ് റേഞ്ചിനകത്ത്. അപ്പം ഇവിടെ മാർക്കറ്റ് തൊട്ട് തലേദിവസം ഒരു ഹ്യൂജ് ഡൗൺഫോൾ ആയിരുന്നു, ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. അപ്പം ഇവിടെ ബൈ ചെയ്യാൻ മിസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അന്നത്തെ ദിവസം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിന് പകരം എന്തോ ഗ്ലോബലി എന്തോ അല്ലെങ്കിൽ നമ്മുടെ ഡോസ്, അപ്പൊ നമുക്ക് നമ്മൾ ആ വിഷയത്തെ പറ്റി നമ്മൾ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് നമ്മൾ എന്താണ് നമ്മുടെ ചാർട്ടിൽ കാണുന്നത് അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ദിവസം മൺഡേ, അതായത് 2024 ഡിസംബർ 23 വിത്തിൻ ദ പ്രീവിയസ് റേഞ്ചിനകത്ത് മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ നടത്തി. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടക്കുമ്പോഴത്തേനും മാർക്കറ്റ്, ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്ന സംഗതി ഒന്നും ഇഷ്ടമല്ലാത്തൊരു കാര്യം. കാരണം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തും. അപ്പം പലപ്പോഴും മാർക്കറ്റ് ഇപ്പം ഗ്യാപ്പ് അപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് അന്ന് തന്നെ ഈ ഗ്യാപ്പ് ഫില്ലിങ് നടക്കണം നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പം അടുത്ത ദിവസമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇമ്മീഡിയറ്റ്ലി ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ അല്ലെങ്കിൽ ചിലപ്പം അന്ന് തന്നെ ഫില്ല് ചെയ്യുന്നുള്ളൂ. മിക്കവാറും കേസുകളിൽ ചിലപ്പം അന്ന് തന്നെ ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഇപ്പം ഈ അന്ന് തന്നെ ഫില്ല് ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് പറഞ്ഞാൽ വിത്തിൻ ദ പ്രീവിയസ് റേഞ്ച്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഇതാണ് പ്രീവിയസ് റേഞ്ച്, ഇവിടെയാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഇതാണ് PDC. അപ്പം വിത്തിൻ ദ പ്രീവിയസ് റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ഗ്യാപ്പിന്റെ ഫില്ലിങ്ങിനെ പറ്റിയാണ്. ഈ ഫില്ലിങ്ങിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഒരു ബെറ്റർ ആയിട്ട് നമുക്ക് ഒരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ എൻട്രീസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി ആണ് നാം ഈ വീഡിയോക്കകത്ത് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഗ്യാപ്പ് ഫില്ലിങ്ങിനെ പറ്റി. അപ്പം ഈ ദിവസം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു വിത്തിൻ ദ പ്രീവിയസ് റേഞ്ച്. അതിനുശേഷം എക്സാക്ട്ലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും
ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനടുത്ത്, അതായത് ആ ലെവലിന് അടുത്ത് ഏകദേശം, അതായത് ഓൾമോസ്റ്റ് ആ ലെവലിനടുത്ത് തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് മാർക്കറ്റ് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുന്ന് താഴോട്ട് വന്നു ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പം ആദ്യത്തെ ഗ്യാപ്പ് ഫില്ലിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് ഒന്ന് റിവേഴ്സലാണ്. അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ചെയ്യുക. അപ്പം എക്സാക്ട്ലി ഇവിടെ സംഭവിച്ചതാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു വിത്തിൻ ദ പ്രീവിയസ് റേഞ്ച്, അതിനുശേഷം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വന്നു, അതിനുശേഷം അവിടുന്ന് അത് റിവേഴ്സ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെയും വിത്തിൻ ദ പ്രീവിയസ് റേഞ്ചിനകത്ത് തന്നെ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു, അതിനുശേഷം എക്സാക്ട്ലി അവിടെ ആ ലെവലിൽ വന്നപ്പോഴത്തേനും അവിടെ സപ്പോർട്ട് എടുത്ത്, അപ്പൊ അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് താഴോട്ട് പിന്നെ പോകുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെയും ഇതുണ്ടോ, ഇവിടെ ഈ സംഭവിച്ചെന്ന് പറഞ്ഞാല് ഇവിടെയും ഇവിടെ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു, അന്നത്തെ ദിവസം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എന്താണ്, തൊട്ടടുത്ത ദിവസം ഇതിന് താഴെ ഇവിടെ തൊട്ട് തലേദിവസത്തെ ക്ലോസിങ്ങിന് താഴെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം ഏകദേശം ആ ലെവലിൽ നിന്ന് അത് റിവേഴ്സലായി. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഗ്യാപ്പ് ഫില്ലിംഗ് ആൻഡ് റിവേഴ്സൽ, ഇതാണ് ഒരു ടൈപ്പ്. ഇനി മറ്റൊരു ടൈപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആൻഡ് കണ്ടിന്യൂഷൻ വിത്ത് ദ സെയിം ഡയറക്ഷൻ. അതായത് മാർക്കറ്റ് ഇപ്പം ചില സമയങ്ങളിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് റിവേഴ്സ് ചെയ്യത്തില്ല, അതിന് പകരം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം ആ സെയിം ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന സമയങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ നമുക്ക് കുറച്ച് നോക്കാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു കേസിൽ ഇതാണ് പ്രീവിയസ് ഡേ റേഞ്ച്. മാർക്കറ്റ് അന്നത്തെ ദിവസം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഔട്ട്സൈഡ് ദ പ്രീവിയസ് റേഞ്ച് എന്നുള്ള കാറ്റഗറിക്കകത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതാണ് ഗ്യാപ്പ്, അതായത് തൊട്ട് ദിവസം ക്ലോസിംഗ് എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലിന് മുകളിലായിട്ട് പ്രീവിയസ് ഡേ റേഞ്ചിന് വെളിയിലായിട്ടാണ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എക്സാക്ട്ലി ആ ലെവൽ വന്നപ്പോഴത്തേനും ഒരു സപ്പോർട്ട് എടുത്തു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ആ ലെവലിനെ ബ്രേക്ക് ചെയ്യും. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഫോള്, ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ നടന്നു കഴിഞ്ഞു. ഇപ്പം ഇതാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഇവിടുന്ന് നോർമലി നമ്മളിപ്പോ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യത്തെ കാറ്റഗറി ഗ്യാപ്പ് ഫില്ലിംഗ് ആൻഡ് റിവേഴ്സൽ ആണ്. അതായത് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ ആർക്കും ഉദ്ദേശമെങ്കിൽ ഇവിടെ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകേണ്ടതായിരുന്നു. പക്ഷെ അതിന് പകരം മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം ആ ഗ്യാപ്പ് മറ്റേ ഒരു ഫോളിന്റെ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പലപ്പോഴും നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സെറ്റപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണിത്. അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ആ ഗ്യാപ്പിന്റെ ഡയറക്ഷനിൽ തന്നെ, അതായത് ആ ഫോളിന്റെ ഡയറക്ഷനിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ഇതിപ്പോ മുകളിലോട്ടാണെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം ആ ഗ്യാപ്പും ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ആ സെയിം ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഇവിടെ താഴെ വന്നിട്ട് ഈ ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും നമുക്കൊരു മോർണിംഗിൽ ഈ പറയുന്ന ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഷുവർ ഷോട്ട് എൻട്രി എടുക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം അവിടെ റിവേഴ്സൽ ആണ് സംഭവിക്കുന്നത്, അതോ ആ സെയിം ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണോ സംഭവിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ഇതുപോലെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതായത് ഇവിടെ ഉണ്ടോ ഒരു ചെറിയൊരു സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ വിത്തിൻ ദ പ്രീവിയസ് റേഞ്ച്, ഈ ഗ്യാപ്പ് അവിടെ നിന്ന് റിവേഴ്സ് ആയില്ല, അതിന് പകരം അത് മുന്നോട്ട് പോവുക ചെയ്തു. ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഔട്ട്സൈഡ് ദ പ്രീവിയസ് റേഞ്ചിന് താഴെയായിട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു, അത് അവിടുന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോലുമില്ല, വീണ്ടും അത് അവിടുന്ന് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം ഇവിടുത്തെ കേസിൽ ഏകദേശം ഇതുണ്ട്. ഇപ്പം ഈ ഒരു പ്രീവിയസ് റേഞ്ചിനകത്താണ് ഇവിടെ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു, നിയർലി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു ഏകദേശം. പക്ഷെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോലും വന്നില്ല, അവിടുന്ന് റിവേഴ്സ് ചെയ്യുക. അപ്പം ഇത് നമുക്കൊരു ഹിഡൻ സൈൻ ആണ്. അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ റിവേഴ്സൽ ആണെങ്കിൽ അതിനർത്ഥം ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ് അതിനർത്ഥം. അപ്പൊ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചാർട്ടിൽ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു കൺവിക്ഷനോട് കൂടി, അപ്പം അത് നമുക്കിപ്പം ഇവിടെ നമ്മളിപ്പം ഇവിടെയാണ് തലേദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ഫോളോ ചെയ്യുവാണ്, അപ്പം ഇവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തു.
അപ്പൊ നമുക്ക് ഒരു പേടിയാണ്. അപ്പം നമുക്കൊരു പലപ്പോഴും നമുക്കൊരു ഫിയർ ആണ് നമ്മളെ ഒരു എൻട്രി എടുക്കുന്നത് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ റിവേഴ്സൽ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് പിന്നെയും പേടിയാണ്. ഇവിടുന്ന് ഇപ്പൊ ഇത്രയും ഫോൾ ആയിരുന്നു, ഇവിടെ ഇനി ഫോൾ ചെയ്യുമോ? പക്ഷെ അതിന് പകരം ഈ ഗ്യാപ്പ് പോലും ഫില്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്രയും ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിട്ടും ഇത് ഈ ഒരു ഓപ്പൺ റെഡ് ക്യാൻഡിൽ ഹൈയും കട്ട് ചെയ്ത് മുകളിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സൽ സംഭവിച്ചു. അപ്പൊ നമ്മൾ അന്നേരം കോൾ ഓപ്ഷൻ സൈഡിലോട്ട് പോകാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ടാമത്തെ കൺവെൻഷൻ കിട്ടുന്നപ്പോഴാണ്. ആദ്യത്തെ കൺവെൻഷൻ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ റിവേഴ്സൽ നടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്പൺ റെഡ് ക്യാൻഡിൽ, അതായത് ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരുന്നു, അവര് സെല്ല് ചെയ്ത് മാക്സിമം ഇവിടെ വരെ എത്തിക്കാൻ നോക്കിയെങ്കിലും ബയേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ റിവേഴ്സലായി. ഈ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ, അതായത് സെല്ലേഴ്സിന്റെയും കൂടെ സ്റ്റോപ്പ് ലോസിന്റെ ലെവലും കൂടെ അവര് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയി. അപ്പൊ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് മുകളിൽ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം. ഒരു ചെറിയൊരു സ്റ്റോപ്പേഴ്സ് ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റും. നിങ്ങൾ ഇത് ഇപ്പം തൊട്ടടുത്ത ദിവസം ഉണ്ടോ, അതായത് ഇവിടെയും ഇതുപോലെ തന്നെ പ്രീവിയസ് റേഞ്ചിനകത്ത്, അതായത് ഇതാണ് പ്രീവിയസ് റേഞ്ച്, ഈ റേഞ്ചിനകത്ത് തന്നെ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. നിങ്ങൾ നോക്കിയതുകൊണ്ട് ഇവിടെ എക്സാക്ട്ലി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്, അതായത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, അതിനുശേഷം ആ ഗ്യാപ്പിൽ അവിടെ സപ്പോർട്ട് എടുത്ത് 2 തവണ. അതിനുശേഷം അപ്പൊ അത് ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി, അതായത് ഇവിടെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം ഇത് മേളിലോട്ട് പോയി. അപ്പൊ അതായത് ഇവിടുന്ന് മാർക്കറ്റിന് താഴോട്ട് പോകാനുള്ള ഉദ്ദേശം ഇല്ല എന്നുള്ളതിന്റെ ഫസ്റ്റ് ഹിഡൻ സിഗ്നൽ ആണ് ഈ സംഭവം. അപ്പം നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുത്ത് നമുക്ക് അധികം ചിലപ്പം ഇവിടെ ഒരു സിവിയർ ഫോൾഡർ ഉണ്ട്, അതുകൊണ്ട് അവിടെ നിന്നപ്പോഴത്തേന് താഴോട്ട് വീണ്ടും വന്നു. പക്ഷെ വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് കഴിഞ്ഞ് അപ്പം വീണ്ടും നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടുക ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു റിസ്ക് റിവാർഡ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ അടുത്ത എൻട്രി നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു എസ് എൽ ഇട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അതായത് ഈ ലെവലിന് താഴോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു 10 പോയിന്റ് മാക്സിമം എസ് എൽ ഒക്കെ ഇട്ട് നമുക്ക് ഇവിടുന്ന് ഒരു അടുത്തൊരു കോൾ ഓപ്ഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുമ്പോഴത്തേനും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞു, ഈ വീഡിയോയ്ക്ക് പറഞ്ഞു. അതായത് ഒന്ന്, അവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം അവിടുന്ന് റിവേഴ്സ് ചെയ്യുവാണോ, അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് കരിയറിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. ഇതുകൊണ്ട് അപ്പം ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത ദിവസം ഈ റേഞ്ചിന് മുകളിലായിട്ട് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ റിവേഴ്സ് ആണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഈ ഒരു ഹൈയും കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുക. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ പുട്ട് ഓപ്ഷനെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്യരുത് അധികം, കാരണം നമ്മുടെ പുട്ടിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ ഒത്തിരി വ്യത്യാസം നമുക്കുണ്ടാകും. നമ്മൾ ചാർട്ടുകൾ റീഡ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു രീതി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്കത് പറ്റുന്നത്. ജസ്റ്റ് ഞാൻ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ മറ്റേ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം കണ്ടിന്യൂഷൻ ഒരു പാറ്റേൺ കൂടെ നമുക്ക് നോക്കാം. നമ്മൾ റിവേഴ്സൽ ആണ് കണ്ടത്. ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് തൊട്ടടുത്ത റേഞ്ചിനകത്ത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ലോങ് വിക്ക് കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇപ്പോഴത്തെ നമുക്കൊരു ഹിഡൻ സിഗ്നൽ ആയി കഴിഞ്ഞു. അതായത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം ഇത് മാർക്കറ്റ് താഴോട്ട് പോകാൻ ഉദ്ദേശം ഇല്ല ഇന്നത്തെ ദിവസം. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഒരിക്കലും യാതൊരു കാരണവശാലും നമ്മൾ ഈ ഒരു ഫോളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ അന്നേരം പുട്ട് ഓപ്ഷനോട് നമ്മൾ പ്ലാൻ ചെയ്യരുത്. നമ്മുടെ ഡയറക്ഷൻ, നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റ് അതായത് ഒരു കോൾ ഓപ്ഷൻ സൈഡിലോട്ട് ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഹിഡൻ സിഗ്നൽ ആണ് നമുക്ക് മാർക്കറ്റ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾ പുട്ട് പ്ലാൻ ചെയ്യരുത്. അതായത് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് അപ്പോ ഓപ്പൺ ചെയ്തതിനു ശേഷം ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നിട്ട് അതൊരു റിവേഴ്സലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. അതായത് ഇവിടെ ഈ ഒരു ദിവസം ഇതുണ്ട്, ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. വിത്തിൻ ദ പ്രീവിയസ് റേഞ്ചിനകത്ത് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഓപ്പണിംഗ് ലോ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഇവിടെ തലേദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 3:25 ഈ ഒരു ഗ്യാപ്പ് ഏകദേശം ഫില്ല് ചെയ്താണ് ഇവിടെ ക്ലോസ് ചെയ്ത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നോക്കിയാൽ കാണാൻ പറ്റും. അതായത് മാർക്കറ്റ് ഈ ഒരു ദിവസം ഈ ഒരു ഗ്യാപ്പിനെ ഇവിടെ ഫില്ല് ചെയ്തു. അവിടെ മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യുക ചെയ്തത്. തൊട്ടടുത്ത ദിവസം നിങ്ങൾ നോക്കൂ, അതായത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പോയത്.
അപ്പം ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ. അതായത് ഗ്യാപ്പ് ഫില്ലിങ് ആൻഡ് കണ്ടിന്യൂഷൻ, അതായത് ഈ ഫോളിന്റെ ഡയറക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് നടന്നു തലേദിവസം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഗ്യാപ്പ് ഫില്ലിങ്ങും അതിന്റെ കണ്ടിന്യൂഷനും ചിലപ്പം അന്ന് തന്നെ സംഭവിക്കണമെന്നില്ല, ചിലപ്പം തൊട്ടടുത്ത ദിവസമായിരിക്കും സംഭവിക്കുന്നത്. നമുക്ക് വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട്, അതായത് ഇവിടെ പ്രീവിയസ് റേഞ്ചിനകത്ത് തന്നെ ഒരു സ്ലൈറ്റ് ആയിട്ട് ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഇതാണ് ഗ്യാപ്പ്, ഈ പ്രീവിയസ് ക്ലോസ് ഇതാണ്. അവിടെ അവിടെ സപ്പോർട്ട് എടുത്തില്ല. അപ്പം ഈ ഒരു സപ്പോർട്ട് എടുക്കാതെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം നമ്മൾ ഒരിക്കലും നമ്മുടെ കോൾ ഓപ്ഷൻ സൈഡിൽ നമ്മൾ പിന്നെ എൻട്രി എടുക്കരുത്. പിന്നെ ഈ ഒരു ലോയിങ്, അതായത് പ്രീവിയസ് ഡേ ലോയിങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ഓപ്ഷൻ സൈഡിൽ നമുക്ക് ഒരു എൻട്രി ഇല്ല. പക്ഷെ ഇവിടെ നിന്ന് വന്നപ്പോഴത്തേന് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നിന്ന് റിവേഴ്സലായി. നമുക്ക് എല്ലാ ദിവസവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കാം. അതായത് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ദിവസം ഇതാണ് പ്രീവിയസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് പ്രീവിയസ് റേഞ്ച്. അതിന് മുകളിലായിട്ട് തൊട്ട് അടുത്ത ദിവസം ഗ്യാപ്പ് അപ്പ് ആയിട്ട് വിത്തിൻ ദ പ്രീവിയസ് റേഞ്ചിനകത്ത് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ തൊട്ട് തലേദിവസം ഈ ഒരു 12 മണി തൊട്ട് ഏകദേശം എൻഡ് ഓഫ് ദ ഡേ വരെ ഫോൾ ആയിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് വിത്തിൻ ദ പ്രീവിയസ് റേഞ്ച് ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് ഫില്ലിങ് നടന്നു, ഒരു റിവേഴ്സൽ നടന്നു. അപ്പൊ നമ്മൾ ചിലപ്പം ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾ വാങ്ങിച്ചാൽ പോലും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഈ PDCക്ക് താഴെ എസ് ഇട്ട് വെക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. പക്ഷെ മാർക്കറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഓപ്പൺ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യാൻ പോലും മാർക്കറ്റിന് പറ്റിയില്ല. അപ്പം ഇവിടെ തന്നെ, അതായത് ഓപ്പൺ ക്യാൻഡലിന്റെ ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേനും മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുക ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത ലെവൽ കട്ട് ചെയ്യുക. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഗ്യാപ്പ് ഫില്ലിംഗ് ആൻഡ് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ പാറ്റേൺ. അപ്പം പലപ്പോഴും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് അവിടെ റിവേഴ്സൽ പ്രോപ്പർ നടക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തോളൂ. അതായത് ആ ഒരു ഡയറക്ഷനിൽ, അതായത് ഇത് ഫോൾഡിന്റെ ഡയറക്ഷനാണ്. ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഈ ഗ്യാപ്പ് ഫില്ലിങ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതിന് പകരം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം ആ ലെവലും ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എൻഡ് ഓഫ് ലെവൽ ഫോൾ ആയിരുന്നു. അപ്പം ഈ ഇങ്ങനത്തെ സമയങ്ങളൊക്കെ നമുക്ക് ധൈര്യമായിട്ട്, അതായത് നമുക്കിപ്പോ ഇവിടെയൊന്നും ഈ തൊട്ട് പ്രീവിയസ് ഡേയിലൊന്നും ഇവിടെയൊന്നും ഒരു സപ്പോർട്ട് ഇല്ല. അപ്പം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, അത് ബ്രേക്ക് ഡൗൺ ആയി. ഈ ഒരു ലോവർ വീക്ക്, അതായത് പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത് ലോങ് ലോവർ വീക്കിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതും ബ്രേക്ക് ചെയ്തു. ഇപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺവിക്ഷനോട് കൂടി നമുക്ക് മാർക്കറ്റിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, നമുക്ക് എൻട്രി എടുക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഏതായാലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് രണ്ടു തരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഔട്ട് സൈഡ് ദ പ്രീവിയസ് റേഞ്ച്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വിത്തിൻ ദ പ്രീവിയസ് റേഞ്ച്. അതുപോലെ തന്നെ സെയിം ആയിട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, രണ്ട് തരം ഓപ്പണിംഗ്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. അതേപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ആൻഡ് റിവേഴ്സലും, ഗ്യാപ്പ് ഫില്ലിംഗ് ആൻഡ് കണ്ടിന്യൂഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ചാർട്ടിൽ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ഇനി അതിനുശേഷം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ഗ്യാപ്പ് അപ്പായിട്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഔട്ടായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾ കോൾ ഓപ്ഷൻ സൈഡിലോട്ട് പുട്ട് ഓപ്ഷൻ സൈഡിലോട്ട് നിങ്ങൾ എൻട്രി എടുക്കുക. ഓക്കെ, താങ്ക് യു.